ഫ്രണ്ട്സ് നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സ്വാദിഷ്ടമായൊരു തണ്ണിമത്തൻ സർവത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ വെച്ചൊരു സർവത്താണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് തണ്ണിമത്തൻ മുറിച്ചെടുക്കാം. ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കുരു കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. ഞാൻ ഇതെല്ലാം നന്നായിട്ട് ചെറുതാക്കി പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പരമാവധി കുരുവും മാറ്റിയിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും. ഇനി നമുക്കിതിലേക്ക് തണുത്ത പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം ഇവിടെ ഫ്രൂട്ടോമൻസിൻ്റെ റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്. ഈ റോസ് സിറപ്പ് കുറച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂണോളം റോസ് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു 2 ടീസ്പൂൺ കസുകസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കുതിർത്ത് എടുത്ത കസുകസാണ്. പിന്നെ കുറച്ച് ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു സർബത്തിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് ഈ റോസ് സിറപ്പ് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കസുകസ് ചേർത്ത് കൊടുക്കുക. സബ്ജ സീഡ്സ് എന്ന് പറയും. കസുകസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. മധുരം വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ആവശ്യമായ പഞ്ചസാരയോ തേനോ ഒക്കെ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇത് ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ കസുകസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തണ്ണിമത്തൻ സർബത്ത് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈ ഡിസംബറിൻ്റെ ചൂടിന് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല തണുത്തൊരു തണ്ണിമത്തൻ സർബത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.